Good morning, students. Welcome to your third semester in your course. And as usual, you have 6 papers in this semester too. And some of the papers are actually quite fascinating. So the paper I teach you is actually really nice. It's the 20th century Malayalam literature in translation. As many of you have already taken Malayalam as a second language, and some of you might have reading habits too, some lessons in this particular paper might already be familiar with you. So I would like to introduce some portions to you. So this is a textbook which you have to buy. It's called In the Shade of Sahyadri. So make sure that you have this textbook with you. And this is actually a very interesting paper. You have to learn 10 poems, 10 short stories, 2 novels, and 1 play. And I will be handling the short stories, novels, and the play. The rest of the portions will be dealt by Prasida ma'am. And today, without further ado, I would like to introduce you to the short story section. നമുക്ക് 10 short stories ആണുള്ളത്. And as an introductory class, as the first online class, I thought I'll take the first short story. It's called In the Flood by Tagari Shivashankara Pillai. വെള്ളപ്പൊക്കത്തിൽ എന്ന് മലയാളത്തിൽ പറയുന്ന ഒരു ചെറുകഥയാണ്. നിങ്ങൾ പലരും പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. So it must be very interesting for you. You get to relive things too. And before we go ahead with the story, I would like to say something about translation. നിങ്ങൾ മലയാളം ലിറ്ററേച്ചർ വായിക്കുന്ന കുട്ടികളായിരിക്കാം, പക്ഷേ ട്രാൻസ്ലേഷൻ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇംഗ്ലീഷ് students are English language and literature students are, so you have to learn every aspect of language and literature in the course of your program. So ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പോലെ ഒരു വളരെ ചെറിയ ജോഗ്രഫിക്കൽ ലൊക്കാലിറ്റിയിൽ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ്, ബട്ട് വി ഹാവ് ഗ്രേറ്റ് ലിറ്ററേച്ചർ ഇൻ മലയാളം. സോ what we have to do is we have to extend the reach of Malayalam literature globally. അതിനുള്ളൊരു നല്ലൊരു ഉപാധിയാണ് നമ്മുടെ മലയാളം ലിറ്ററേച്ചറുള്ള ഐറ്റംസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത് ഇൻ ടു ഇംഗ്ലീഷ് ആൻഡ് അതർ യൂറോപ്യൻ ലാംഗ്വേജസ്. അതുപോലെ തന്നെ ഇറ്റ്സ് ബെനിഫിറ്റ് ഇസ് ദിസ്, ബട്ട് ഇറ്റ് ഓൾസോ ഹാസ് സർട്ടൻ ഡിസഡ്വാൻറ്റേജസ്. ഫോർ എക്സാമ്പിൾ മലയാളത്തിൽ തന്നെ വി ഹാവ് മെനി ലോക്കൽ ഡയലക്ട്സ്, ഒരുപാട് റീജിയണൽ വെറൈറ്റീസ് ഓഫ് ലാംഗ്വേജ് ഉണ്ട്. ഇപ്പോൾ ബഷീറിൻ്റെയൊക്കെ ഒരു നോവൽ പോലെ ആയിരിക്കില്ല തകഴിയുടെ നോവൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നെയായിരിക്കും അതിൽ യൂസ് ചെയ്തിരിക്കുക. ബട്ട് വെൻ വി ട്രാൻസ്ലേറ്റ് ഇൻ ടു ഇംഗ്ലീഷ് വി കാൺട്ട് ആക്ച്വലി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദീസ് ലോക്കൽ ഡയലക്ട്സ് ഓഫ് മലയാളം. So what happens is we lose certain properties. So to say, we lose the essence in translation. അപ്പോൾ അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. So for the people who have already read the story in Malayalam, you must be very familiar with it. തകഴിയെ പറ്റി പറയുവാണെങ്കിൽ തകഴിയുടെ മിക്ക കഥകളും ആലപ്പുഴ കുട്ടനാട് റീജിയനിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദിസ് ഇസ് ഓൾസോ വൺ പെർട്ടിക്കുലർ ഷോർട്ട് സ്റ്റോറി ആൻഡ് യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് സം ഓഫ് ഹിസ് വർക്ക്സ് ലൈക്ക് ചെമ്മീൻ, കയർ, രണ്ടിടങ്ങഴി, തോട്ടിയുടെ മകൻ, അങ്ങനെ ഒരുപാട് വർക്ക്സ് ഉണ്ട്. ഹി ഹാസ് റിട്ടൺ ഓവർ 30 novels and 600 ഷോർട്ട് സ്റ്റോറീസ്. അപ്പോൾ ക്വൈറ്റ് എ ബിറ്റ് ഓഫ് വർക്ക് ഹി ഹാസ് ഡൺ. ആൻഡ് we don't have to tell a lot about തകഴി at all, because ഓരോ മലയാളിക്കും തകഴി എന്ന പേര് ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാവണം. ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ്. ഹി ഈസ് എ പ്രൊളിഫിക് മലയാളം റൈറ്റർ. ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോറി ടെല്ലേഴ്സ് ഇൻ മലയാളം ലിറ്ററേച്ചർ. ആൻഡ് also if we read his works, we'll get a historical understanding about our landscape too. ഇപ്പോൾ ഈ കുട്ടനാടിൻ്റെയൊക്കെ ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പിന്നെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വർക്ക്സിൽ തകഴി റെൻഡർ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ സ്ട്രെയിറ്റ് ടു ആർ ഷോർട്ട് സ്റ്റോറി നൗ, ഇൻ ദ ഫ്ലഡ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ. ഓക്കെ, മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് യുവർ ടെക്സ്റ്റ് ബുക്സ്, ആൻഡ് ഇഫ് യു ഡോണ്ട് ഹാവ് യുവർ ടെക്സ്റ്റ് ബുക്സ് ഐ വിൽ ഷെയർ എ ലിങ്ക് വിത്ത് യു. അതിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്. ട്രൈ ആൻഡ് റീഡ് ദിസ്. ഓക്കെ, alright, so In the Flood. So I'm going to start. Make sure that you have your textbooks in front of you. Okay.
ആദ്യം തന്നെ ഒരു സ്റ്റോറിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് പലപ്പോഴും സ്റ്റോറീസിൻ്റെ ആദ്യം എങ്ങനെയാണ് വൺസ് അപ്പോൺ എ ടൈമിൽ തുടങ്ങി ദി ലിവ് ഹാപ്പിലി എവർ ആഫ്റ്റർ ഒക്കെ ആയിരിക്കും. ബട്ട് തകഴിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീ പ്ലേസസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ആക്ഷൻ അറ്റ് ഫസ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്കാണ് തകഴി നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഐ വിൽ റീഡ്. The temple was the highest point in the village. Here stood the god, neck deep in water. Water, water everywhere. The villagers had already left for the mainland. Only those who owned boats had left a few behind to guard the houses. There were 67 children huddled in 3 rooms in the attic of the temple. There were also 356 men, as well as dogs, cats, goats, and fowls, all living together in great amity. No quarrels. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വി ആർ ബ്രോട്ട് ടു ദ സെൻറ്റർ ഓഫ് ആക്ഷൻ ഇൻ എ ഫ്ലഡ്. സോ ദർ ഇസ് എ ഫ്ലഡ് ഗോയിങ് ഓൺ ഇൻ എ വില്ലേജ് ആൻഡ് പീപ്പിൾ ഹാവ് ഓൾ ഗ്യാതേർഡ് ടുഗെദർ ഇൻ ദ ഹയസ്റ്റ് പോയിന്റ് ഇൻ ദ വില്ലേജ്. ഈ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവിടുത്തെ അമ്പലമാണ്. ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ക്ഷേത്രമല്ല, അതൊരു 2-3 നിലയുള്ള ഒരു ക്ഷേത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ആളുകൾ എല്ലാവരും ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ, അതായത് ആറ്റിക് എന്ന് പറയുന്നൊരു മച്ച് എന്ന് പറയില്ലേ, മച്ചിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പം ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ദർ ആർ 67 ചിൽഡ്രൻ, 356 മെൻ, പൂച്ച, പട്ടി, ആട്, കോഴി, അങ്ങനെയുള്ള എല്ലാ ജീവജാലങ്ങളും ഒന്നിച്ച് വളരെ സ്നേഹത്തോടെ, ഗ്രേറ്റ് എമിറ്റി, ഭയങ്കര ഫ്രണ്ട്ഷിപ്പിൽ കഴിയാണ്. ദർ ആർ നോ ക്വാറൽസ്. ജാതി മത ഭേദമില്ലാതെ എല്ലാവരും കഴിയാണ്. ബിക്കോസ് വാട്ട്, ദേ ഹാവ് ബിൻ അഫ്ലിക്റ്റഡ് ബൈ എ കോമൺ പ്രോബ്ലം, ഫ്ലഡ്. ഫ്ലഡ് എന്ന് പറയുന്ന ഒരു കോമൺ പ്രശ്നം വന്നപ്പം അവർ തമ്മിലുള്ള ശത്രുതകളൊക്കെ മറന്ന് എല്ലാവരും ഒന്നിച്ചുകൂടി അമ്പലത്തിൻ്റെ മച്ചിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഇപ്പോൾ വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. ഇനി നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് വരികയാണ്. For 2 nights and a day, Chennaparayan braved the flood alone. He had no boat. It was now 3 days since his landlord deserted him to save himself. Chenna had made a raised platform in the hut with coconut husks and poles at the first sight of the surging waters. He stayed indoors for 2 days, hoping that the waters would recede. But how could he leave the place so soon? In the plot were a few bunches of banana and some hay, and leaving the place would certainly mean leaving these at the mercy of pilferers. ഇനി നമ്മൾ നമ്മുടെ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് വരികയാണ്. വി ഹാവ് കം ടു ദ ഹൗസ് ഓഫ് ചേന്നപ്പറയൻ. അപ്പോൾ ചേന്നപ്പറയൻ 2 രാത്രിയും 1 പകലുമായിട്ട് ഈ ഫ്ലഡിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹി ഹാഡ് നോ ബോട്ട്. ബോട്ടില്ല. കാരണം ബോട്ടുള്ള ആളുകളെല്ലാം ഓൾറെഡി മെയിൻലാൻഡിലേക്ക് പോയി കഴിഞ്ഞു. അപ്പം അങ്ങനെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരുന്നു. അതിനർത്ഥം ഇവർ മെയിൻലാൻഡിലല്ല, ഇവർ തുരുത്തുകളിലോ അങ്ങനെയൊക്കെ താമസിക്കുന്ന ആളുകളാണ്. ചെറിയ ചെറിയ തുരുത്ത്, ഐലൻഡ്സ് പോലത്തെ സെറ്റപ്പിൽ താമസിക്കുന്നവരാണ്. ബോട്ടുള്ളവരൊക്കെ ആദ്യത്തെ ദിവസം തന്നെ വെള്ളം മുങ്ങിയപ്പോഴത്തേക്ക് മെയിൻലാൻഡിലേക്ക് പോയി. 3 ദിവസമായി ചേന്നപ്പറയൻ ഇവിടെ ഈ ഫ്ലഡിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ചേന്നപ്പറയൻ താമസിക്കുന്ന ലാൻഡ് അയാളുടെ സ്വന്തം ലാൻഡ് അല്ല. ഹീസ് ടേക്കിംഗ് കെയർ ഓഫ് ദ ലാൻഡ് ഫോർ എ ലാൻഡ് ലോഡ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ സ്റ്റോറി ഓഫ് വർക്കിംഗ് ക്ലാസ് പീപ്പിൾ. അപ്പോൾ ഇയാൾ ആ ലാൻഡ് പാട്ടത്തിനടുത്ത് അവിടെ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളായിരിക്കാം. അയാളുടെ ലാൻഡ് ലോഡും അയാളെ ഉപേക്ഷിച്ച് 3 ദിവസം മുന്നേ മെയിൻലാൻഡിലേക്ക് പോയി. അയാൾക്ക് പെട്ടെന്ന് അങ്ങ് പോകാൻ പറ്റില്ല. കാരണം എന്താ, ആ ലാൻഡിൽ ഒരുപാട് കൃഷി വകകളൊക്കെ ഉണ്ട്. കുറച്ച് വാഴയും, കൊലച്ചയ്ക്കുന്ന വാഴയും, പിന്നെ കുറച്ച് വൈക്കോലും, അതൊക്കെ വളരെ വാല്യുബിളായിട്ട് ഇവർക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഒരു സ്റ്റോറിയാണ്. ഒരു ദളിത് പ്രോബ്ലംസ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ചേന്നപ്പറയൻ ആദ്യത്തെ ദിവസം വെള്ളം പൊങ്ങിയപ്പോഴേ ഒരു കാര്യം ചെയ്തു. ഇത് സാധാരണഗതിയിൽ ഈ ഒരു റീജിയനിൽ വെള്ളം പൊങ്ങാറുണ്ട്. അപ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ ചേന്നപ്പറയൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വീടിനകത്തൊരു പ്ലാറ്റ്ഫോം കെട്ടി, ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോം കെട്ടി. അതായത് ഇവർക്കൊരു ഓല മേഞ്ഞ വീടാണ്. ആ റൂഫിൻ്റെയും തറയുടെയും നടുക്കായിട്ട് ഒരു പ്ലാറ്റ്ഫോം കെട്ടി, കുറച്ച് തടിയും ഉണക്കത്തടിയും ഒക്കെ വെച്ചിട്ട്, പിന്നെ കുറച്ച് തൊണ്ടും ഓലയും ഒക്കെ വെച്ചിട്ടൊരു പ്ലാറ്റ്ഫോം കെട്ടി അവിടെ കയറി നിൽക്കുവാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി വെള്ളം കയറി തുടങ്ങി, അവിടം വരെ എത്തി. ഇനി ഇവിടെ വിട്ട് പോകാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട്, വാഴക്കോലയും വൈക്കോലും ഒക്കെ ഉണ്ട്. ആൻഡ് ഇഫ് ഹി ഗോസ് അവേ ഫ്രം ദിസ് ഹി വിൽ ബി ലീവിങ് ദീസ് ടു ദ മേഴ്സി ഓഫ് പിൽഫറേഴ്സ്. പിൽഫറേഴ്സ് എന്ന് പറഞ്ഞാൽ മോഷ്ടാക്കൾ.
അപ്പം കള്ളന്മാർ വന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകും. അപ്പം അതുകൊണ്ട് ഇയാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക, വെള്ളം ഇറങ്ങുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇയാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. നൗ ദ വാട്ടർ ഹാസ് risen above the platform and sunk a portion of the thatched roof too. Chenna called out from inside. But who was there to answer? His woman who was pregnant, 4 children, a cat and a dog, his dependents. And he knew that this end and theirs was near, as it would not take longer than a few hours for the whole hut to be submerged. It had been raining heavily and incessantly for 3 days now. Chenna somehow got out of the hut by making a crack in the thatch and looked around. At some distance in the north was a catamaran. Chenna cried out aloud to the boatmen. Luckily, they heard him and started in his direction. He quickly pulled out his woman and the children as well as the cat and the dog through the crack in the roof. By then, the catamaran had drawn up. The children were clambering onto the catamaran. Chenna chapu hoy! Chenna heard someone shouting to him from the west. He turned around. Come on here. It was Madiyatra Kunyappan calling from his rooftop. Chenna hastily drew his wife onto the catamaran. The cat also leaped on board in an instant. No one took notice of the dog who was still sniffing around in the western end of the hut. The catamaran started moving. It was soon in the mid-water again. സോ വാട്ട് ഹാപ്പൻസ് നൗ? 3 ദിവസമായിട്ട് വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ വീടിനകത്ത്. ഇയാളുടെ വീട്ടിൽ ഉള്ള ബാക്കിയുള്ള അന്തേവാസികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇയാളുടെ ഗർഭിണിയായിട്ടുള്ള ഭാര്യ, 4 കുഞ്ഞുങ്ങൾ, അപ്പം 5ാമത്തെ ഓണ്ടതി, പിന്നെ ഒരു പൂച്ച, ഒരു പട്ടി, ഇത്രയും അന്തേവാസികളുണ്ട്. ഇയാളുടെ ആശ്രിതരാണ്. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഇയാളിങ്ങനെ നിൽക്കുകയാണ്. ഇവർ ഈ റേസ്ഡ് പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ പതുക്കെ ഓലയൊന്നും വകഞ്ഞ് മാറ്റി അതിലൂടെ തലയൊക്കെ പുറത്തിട്ട് നോക്കിയപ്പോഴത്തേക്ക് ദൂരെ ദർ ഇസ് എ റേ ഓഫ് ഹോപ്പ്. ഒരു കാറ്റമറൻ മീൻസ് ഒരു ചങ്ങാടം അല്ലെങ്കിൽ ഒരു വള്ളം, അതിങ്ങനെ വരുന്നു. അപ്പോൾ ഇയാൾ പുഹോയ് എന്നൊക്കെ വിളിച്ച് അതിനെ ഇങ്ങ് വരുത്തി. സോ ദേ ആർ കമ്മിങ് ടു റെസ്ക്യൂ ദം. അപ്പം ചേന്ന പറയാൻ പെട്ടെന്ന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അയാളുടെ വൈഫിനെയും 4 പിള്ളേരെയും പൂച്ചയും പട്ടിയും എല്ലാം കൂടെ എടുത്ത് റൂഫിൻ്റെ മുകളിലോട്ട് എങ്ങനെയൊക്കെയോ വലിച്ച് കയറ്റി. അപ്പോഴത്തേക്ക് ചങ്ങാടം ഇങ്ങ് അടുത്തു. അപ്പോൾ ഇയാളുടെ പിള്ളേർ പെട്ടെന്ന് ചങ്ങാടം കണ്ടപ്പോഴത്തേക്ക് ചാടിയൊക്കെ കയറി. ദേ വർ ക്ലാംബറിങ് ഓൺ ടു ദ കാറ്റമറൻ. പെട്ടെന്ന് ചാടി കയറി, സമയമൊന്നും വേസ്റ്റ് ആക്കിയില്ല. അങ്ങനെ പിള്ളേർ കയറിക്കൊണ്ടിരുന്നപ്പോഴാണ് ദൂരെ നിന്നൊരു ശബ്ദം കേട്ടത്. ഇവരുടെ വീടിനടുത്തുള്ള അടുത്തുള്ളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പോലെ അടുത്തടുത്തല്ല വീട് വെക്കുന്നത്, കുറച്ച് ദൂരത്തിലാണ്. ചേന്നച്ചാ പുഹോയ് എന്നാരോ വിളിക്കുന്നു. ആരാന്ന് ശ്രദ്ധിച്ച് കേട്ടപ്പോഴത്തേക്ക് ഇവരുടെ നെയ്ബറാണ് മടിയത്തറ കുഞ്ഞപ്പൻ. മടിയത്ര കുഞ്ഞപ്പന് അയാളുടെ വീടിൻ്റെ മേൽക്കൂരയിൽ നിന്നുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെയും കൂടെ രക്ഷിക്കാൻ പറയാൻ. അപ്പോൾ ഇയാളെ പെട്ടെന്ന് ഇയാളുടെ ഭാര്യയും കൂടെ പിടിച്ച് വെള്ളത്തിൽ കയറ്റി. പൂച്ചയും സ്വന്തം കാര്യം സിന്ദാബാദ് എന്നുള്ള നിലയിൽ പൂച്ച ചാടി വെള്ളത്തിൽ കയറി. പട്ടിയാണെങ്കിൽ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ വായി നോക്കി നടക്കുമായിരുന്നു. ആ മേൽക്കൂരയുടെ ഏതോ ഒരു സൈഡിൽ പോയി മണപ്പിച്ച് നിൽക്കുക. ഇറ്റ് വാസ് സ്നിഫിങ് അറൗണ്ട്. അപ്പം പട്ടി ആരും മൈൻഡ് ചെയ്തില്ല. പെട്ടെന്ന് വള്ളം അങ്ങ് മുന്നോട്ട് പോയി അടുത്ത വീട്ടിലെ ആൾക്കാരെ രക്ഷിക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ വള്ളം ഏകദേശം മിഡ് വാട്ടർ എത്തി, ഒരു നടുഭാഗത്തെത്തി. ഇനി തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോഴാണ് പട്ടി കയറിയില്ല എന്നുള്ളത് പട്ടി തന്നെ ഓർത്തത്. അപ്പോൾ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ദ ഡോഗ് കെയിം ബാക്ക് ടു ദ റൂഫ് ടോപ്പ്. Chenna's vessel was now at some distance away from the house. He could see it flying away. He started moaning in great pain, making sounds like the cries of a hapless human being. But who was there to hear him? He ran around the house from end to end, sniffing and whimpering. A frog was sitting quietly on the rooftop, was alarmed by all this unexpected noise. It dived into the water in front of the dog. Splosh! The dog started. A shiver ran down his spine. He stood there for a long time, staring at the ripples the frog had created. ഇനി പട്ടി നമ്മുടെ വായ്നോട്ടമൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവിടെ എത്തിയപ്പോഴത്തേക്കാണ് പട്ടി റിയലൈസ് ചെയ്തത് ഹിസ് മാസ്റ്റർ, ഹിസ് ഫാമിലി, എവ്രിബഡി ഹാസ് ജംപ്ഡ് ഓൺ ദറ്റ് കാറ്റമറൻ ആൻഡ് ഡ്രോവ് അവേ. അത് ഒരുപാട് ഡിസ്റ്റൻസിൽ അങ്ങ് പോയി കഴിഞ്ഞു. ഹി കുഡ് സീ ഇറ്റ് ഫ്ലൈയിങ് അവേ ആൻഡ് ഹി സ്റ്റാർട്ടഡ് മോർണിംഗ്. പട്ടി അങ്ങ് മോങ്ങാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. ആസ് ഇഫ് എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ കരഞ്ഞ് നിലവിളിക്കുന്നത് പോലെയാണ് പട്ടി ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. ബട്ട് ദർ വാസ് നോ ബഡി ടു ഹിയർ ഹിം. പിന്നെ പട്ടി ആ പാനിക്കിൽ ആ റൂഫിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓടി ഇങ്ങനെ നടന്നു. ഹി വാസ് സ്നിഫിങ് ആൻഡ് വിംപറിങ്. മണപ്പിച്ച് നടക്കുന്നു, പിന്നെ ചെറുതായിട്ട് കരയുന്നു. അങ്ങനെ അത് ഭയങ്കര ഒരു വിഷമത്തിൽ ഇങ്ങനെ നടക്കുകയാണ്.
ഒരു ഒരു തവള ഈ റൂഫിൻ്റെ ഒരു സൈഡിലായിട്ടൊരു തവള വളരെ പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആൻഡ് ഹി വാസ് സോ അലാംഡ്, ആരാണ് ഇവൻ എന്നെ ശല്യപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിൽ ഹി വാസ് സോ അലാംഡ് ബൈ ഓൾ ദിസ് അൺഎക്സ്പെക്റ്റഡ് നോയ്സ്. അപ്പം ഇതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടി തവള പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. അപ്പോഴാണ് എന്ത് സൗണ്ട് കേട്ടത്? സ്പ്ലോഷ്. പെട്ടെന്ന് പട്ടി ഞെട്ടിപ്പോയി, ആരാണത് പെട്ടെന്ന് എടുത്ത് ചാടിയത്. സോ ഡോഗ് സ്റ്റാർട്ടഡ് ആൻഡ് ഹി വാസ് ഷിവറിങ്, പെട്ടെന്ന് വിറയ്ക്കാനൊക്കെ തുടങ്ങി. കുറച്ച് നേരം എന്തുവായി എടുത്ത് ചാടിയെന്ന് അറിയില്ല വെള്ളത്തിലോട്ട്. ആ വെള്ളത്തിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ചെറിയ ചെറിയ റിപ്പിൾസ്, ഓളങ്ങൾ ആ തവള ചാടിയ ഭാഗത്ത് കണ്ടു. അതും നോക്കി കുറച്ച് നേരം നിന്നു. ഇസ് ഇറ്റ് എ ത്രെറ്റ് ടു മീ എന്നുള്ള രീതിയിലാണ് നോക്കി നോക്കി നിൽക്കുന്നത്. സോ ലെറ്റ് സി. അപ്പോൾ ഇപ്പോൾ പട്ടി കംപ്ലീറ്റ്ലി ഒറ്റയ്ക്കാണ്. ഹീസ് ആർ പ്രൊട്ടാഗണിസ്റ്റ്. വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ജീവിയാണ് ഈ ഒരു ഡോഗ്. ആൻഡ് ഹീ ഈസ് ആർ പ്രൊട്ടാഗണിസ്റ്റ്. വാട്ട് ഗോസ് ഓൺ ത്രൂ ഹിസ് മൈൻഡ്, വാട്ട് എക്സ്പീരിയൻസസ് ഹീ ഹാസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. Then again he started sniffing around here and there. Maybe he was searching for food. Another frog leaped into the water after urinating into his nostrils. This made him very restive and he started sneezing violently. Then he wiped his face clean with one of the forelimbs. The torrential rain started again. The dog huddled up and suffered it through. His master had by then reached Ambalappuzha. ഇനി കുറേ എൻകൗണ്ടേഴ്സ് ഉണ്ടാവുന്നുണ്ട് ഈ പട്ടിക്ക്. ഒരുപാട് ആളുകളെയും മൃഗങ്ങളെയും ഒക്കെ ഈ പട്ടി കാണുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഹി സ്റ്റാർട്ടഡ് സ്നിഫിങ് അറൗണ്ട് ഇൻ ദ റൂഫ് ടോപ്പ് അഗെയിൻ. അവിടെ ഇവിടെ വീണ്ടും മണപ്പിച്ച് കിടക്കാൻ തുടങ്ങി. സോ ഹി മസ്റ്റ് ബി സെർച്ചിങ് ഫോർ ഫുഡ്. കാരണം 3 ദിവസമായിട്ട് പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല ഈ പട്ടി. അങ്ങനെ മണപ്പിച്ച് കിടന്നപ്പോഴത്തേക്ക് വേറൊരു തവളയും ആ റൂഫിൻ്റെ ഒരു സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. ഈ തവള പെട്ടെന്ന് ഈ പട്ടി ഇങ്ങനെ അടുത്ത് മണപ്പിച്ച് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ മൂക്കിലോട്ട് മൂത്രം ഒഴിച്ചിട്ട് വെള്ളത്തിലോട്ട് എടുത്ത് ചാടി. ആൻഡ് ദിസ് ഇറിറ്റേറ്റഡ് ദ ഡോഗ്. അതിന് ഭയങ്കര റെസ്റ്റ്ലെസ് ആയി. അതിങ്ങനെ ഭയങ്കര വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാൻ തുടങ്ങി. ആൻഡ് ഹീ സ്റ്റാർട്ടഡ് സ്നീസിങ്, കാരണം മൂക്കിനകത്തോട്ടാണല്ലോ മൂത്രം ഒഴിച്ച്. ആൻഡ് ഹീ വൈപ്ഡ് ഹിസ് ഫേസ് വിത്ത് ഹിസ് ഫോർ ലിംസ്. പിന്നെ മഴ, അപ്പോഴത്തേക്ക് മഴ വീണ്ടും തുടങ്ങി. മഴ ഇടയ്ക്കൊന്ന് കുറഞ്ഞു നിന്നതായിരുന്നു. ഭയങ്കരമായ മഴ വീണ്ടും വന്നു. പട്ടി ഒരു സൈഡിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി അതിൻ്റെ മാസ്റ്ററിനെ പറ്റി ചിന്തിച്ചു. മാസ്റ്റർ ഓൾറെഡി അമ്പലപ്പുഴയൊക്കെ എത്തിക്കഴിഞ്ഞു ആ സമയം കൊണ്ട്. ഇനി ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ദിസ് ഡോഗ്. നൈറ്റ്. എ ഹ്യൂജ് ക്രോക്കഡൈൽ floated past that house, gently brushing its half-submerged roof as it did so. The dog lowered its tail in fear and started barking, but the crocodile just moved off as though it hadn't noticed anything. That hunger-tormented animal wailed from the rooftop, peering out into the dark and cloudy sky. His plaintive cry reached places far off. The sympathetic wind god took it to distant lands. And those few on guard of the houses, the soft-hearted among them, must have said, "Listen to that dog mourning from the roof. His master must now be eating his supper from the sea coast. At the end of the supper, as is his wont, he might still keep a share for the dog." The dog cried aloud continually for a long time. Then the cry became softer and softer till it stopped. From some house in the north, the man on guard was chanting Ramayana. For some time the dog turned westward as though listening to the chant, and then, after a while, he started groaning again and making loud throat-rending noises. The silence of the night was rent again by the sweet chant of the Ramayana. Now once again the dog remained silent, a little longer this time, to listen to the mellifluous chant of the Ramayana. The gentle music seemed to dissolve into the whiff of a cold breeze. Now nothing was to be heard except the sound of the wind and of the gentle breeze. On the roof, Chena's dog was lying down, its breath heavy on itself, occasionally muttering something to itself in despair. A fish popped out here and a frog leaped out there, at which the dog got up to bark and growl by turns. ഇനി ആ രാത്രി ഇനി എന്താണ് സംഭവിക്കുന്നതെന്നാണ് കഥയുടെ അടുത്ത ഭാഗത്ത് വരുന്നത്. നല്ല മഴ തുടങ്ങി. പട്ടി ഒരു സൈഡിൽ ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് രാത്രിയായി, നൈറ്റ്. സോ നൈറ്റ് ഹി ഗോട്ട് ഹിസ് ഫസ്റ്റ് വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ തവളകളായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് വിസിറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ് വാസ് എ ക്രോക്കഡൈൽ. അപ്പോൾ പുഴയിലെ വെള്ളം, അതോ ലേക്കിലെ വെള്ളമോ മറ്റോ കയറിയത് കൊണ്ട് തന്നെ
മുതലകളൊക്കെ കയറി തുടങ്ങി, വീടിൻ്റെ അടുത്തൊക്കെ വന്നു തുടങ്ങി. സോ ഹ്യൂജ് ക്രോക്കഡൈൽ വാസ് ഫ്ലോട്ടിങ് പാസ്റ്റ് ദ ഹൗസ്. അപ്പോൾ ഇത് കണ്ടിട്ട് പട്ടിക്കങ്ങ് പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അതിൻ്റെ വാലൊക്കെ അത് താഴ്ത്തി ഭയങ്കര വിറച്ചിട്ടത് കുരയ്ക്കാനൊക്കെ തുടങ്ങി. പക്ഷെ ആ ക്രോക്കഡൈൽ ഇതിനെ മൈൻഡ് ചെയ്തില്ല, ഈ പട്ടിയെ മൈൻഡ് ചെയ്ത് അതങ്ങ് മുന്നോട്ട് പോയി. രാത്രിയായപ്പോഴത്തേക്ക് ഇതിന് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. ഇറ്റ് ബിക്കെയിം സോ ടോർമെൻറ്റഡ് വിത്ത് ഹങ്കർ. ആ റൂഫിൻ്റെ മേളിൽ നിന്ന് ഭയങ്കരമായിട്ട് ആകാശം നോക്കി കുരയ്ക്കാൻ തുടങ്ങി. ആൻഡ് ദ സ്കൈ വാസ് ഡാർക്ക് ആൻഡ് ക്ലൗഡി. അവൻ്റെ കരച്ചിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ വരെ അത് കേൾക്കാൻ തുടങ്ങി. കാരണം ദ സിമ്പത്തറ്റിക് വിൻഡ് ഗോഡ്, കാറ്റിൻ്റെ ദേവൻ, ഇതിനോടൊരു സിമ്പതി തോന്നി. ഇതിൻ്റെ കരച്ചിൽ ദൂരെയുള്ള പ്രദേശങ്ങളിലേക്ക് ഈ കാറ്റ് കൊണ്ടുപോയി. കേൾക്കുന്ന ആരെങ്കിലും ഇത് കേട്ടിട്ട് ഇവനെ വന്ന് രക്ഷിച്ചാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ അടുത്ത ആ പരിസരത്തൊക്കെയുള്ള ചില വീടുകളിൽ കാവൽ ചില ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ബോട്ടുകളുള്ള വീടുകളിലെ ആളുകൾ ചിലർ അവിടെ തന്നെ നിൽക്കും. കാരണം അവരുടെ പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ കള്ളന്മാർ മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അതിലുള്ള ചില സിമ്പത്തറ്റിക് ആയിട്ടുള്ള ആളുകൾ ഈ പട്ടിയുടെ മോങ്ങലൊക്കെ കേട്ടോ, അയ്യോ പാവം പട്ടി ഒറ്റയ്ക്കായി പോയെന്ന് തോന്നുന്നു, അതിൻ്റെ യജമാനൻ എവിടെയായിരിക്കും, ഹി മസ്റ്റ് ഹവ് റീച്ച്ഡ് സേഫ്റ്റി. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് അത് അയാളുടെ മാസ്റ്റർ, ഈ പട്ടിയുടെ മാസ്റ്റർ ചോറുണ്ടെന്നുണ്ടാവും. സാധാരണ വൈകുന്നേരം ചോറൊക്കെ കൊടുക്കാൻ നേരം ഒരു ഉരുള ഈ പട്ടിക്ക് കുറച്ച് മാറ്റി വെക്കും. അങ്ങനെ അയാൾ ഇന്നും ചെയ്യുമായിരിക്കും. അപ്പോഴായിരിക്കും അയാൾ ഓർത്ത് പട്ടി ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭാവനയിൽ നിന്ന് നമ്മുടെ തകഴി നമുക്ക് പറഞ്ഞു തരികയാണ്. ആൻഡ് ദെൻ അഗെയിൻ ദിസ് ഡോഗ് ഇസ് കണ്ടിന്യൂസ്ലി ക്രൈങ്. ഇപ്പം കുറേ കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, മുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന് എനർജി പോയിട്ടായിരിക്കും ദ ക്രൈസ് ബിക്കെയിം സോഫ്റ്റർ ആൻഡ് സോഫ്റ്റർ. ഫൈനലി ദ ക്രൈസ് സ്റ്റോപ്ഡ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നിർത്തി, കരച്ചിലൊക്കെ നിർത്തി. പിന്നെ ആ വീടിൻ്റെ എവിടെയോ ദൂരെയുള്ള ഏതോ ഒരു വീട്ടിൽ നിന്ന് ഗാർഡായിട്ട് നിൽക്കുന്ന, ഇതുപോലെ കാവൽ നിൽക്കുന്ന ഒരാൾ രാമായണം ചൊല്ലുന്നുണ്ടായിരുന്നു, ഈണത്തിൽ ഇങ്ങനെ ചൊല്ലുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം പട്ടി ഇത് ശ്രദ്ധിച്ചിരുന്നു. പിന്നെയും പട്ടി ചെറുതായിട്ട് കരയാനൊക്കെ തുടങ്ങി. വീണ്ടും അത് സൈലൻ്റ് ആയപ്പോഴത്തേക്ക് വീണ്ടും ഈ രാമായണത്തിൻ്റെ ആ ഒരു രാമായണം നല്ല ഈണത്തിൽ ഒരു സ്വീറ്റായിട്ടാണ് ചാൻറ്റ് ചെയ്യുന്നത്. അത് കേട്ട് പട്ടി കുറച്ച് നേരം സൈലൻ്റായിട്ട് നിന്ന് ഇത് ശ്രദ്ധിച്ചിങ്ങനെ നിന്നു. ഒരു ജെൻറ്റിലായിട്ടുള്ളൊരു മ്യൂസിക് പോലെ അത് തോന്നി. അന്തരീക്ഷം എങ്ങും കുറച്ച് കാമായി. നൗ വി ക്യാൻ ഓൺലി ഹിയർ the sound of the wind and the sound of the gentle breeze. അപ്പം അഗൈൻ കുറച്ച് നേരത്തേക്ക് നമ്മുടെ പട്ടി ആ റൂഫിൽ ഇങ്ങനെ കിടന്നു. ഹീസ് ബ്രീതിങ് വെരി ഹെവി, ഹീസ് വെരി ഹംഗ്രി, സാഡ്, ടയേർഡ്, ഭയങ്കര വിഷമിച്ചിങ്ങനെയൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നൊരു മീൻ ഇങ്ങനെ പൊങ്ങിച്ചാടി. അത് കണ്ടപ്പോഴത്തേക്ക് പട്ടി എണീറ്റ് നിന്ന് ചെറുതായിട്ടൊന്ന് കുരച്ചു. ആരടാ അവിടെ? ഹീ സ്റ്റിൽ വെരി ഡ്യൂട്ടിഫുൾ. അവൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ കാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് പുള്ളി ഇങ്ങനെ ശ്രദ്ധിച്ച് ആരടാ അവിടെ ചാടിയത് എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊന്ന് കുരച്ചു. പിന്നെ ഒരു തവള അവിടെ ചാടി, തവളയെ നോക്കി ചെറുതായിട്ടൊന്ന് മുരണ്ടു. ഇനി പിറ്റേ ദിവസം രാവിലെ ഏർലി മോർണിംഗ് the dog started groaning in low tones. He was elaborating the notes of a raga fit to melt the hearts of the listeners. The frog stared at him in amazement. He in turn watched them swishing past him and sinking underwater after swimming across in an angle. He surveyed the thatched roofs remaining above the water level. They were his hopes, though all were desolate. No fire burned anywhere. He mouthed the fleas biting his body, and occasionally scratched at his chin with his hind legs in order to drive them away. The sun shone for a while. He dozed off in the sunlight. He jumped up and barked when the shadow of the banana leaf swaying in the breeze fell on the rooftop. Then the clouds swallowed the sun again. It was dark once again. ഇനി പിറ്റേ ദിവസം പകല് നടന്ന സംഭവങ്ങളാണ്. രാവിലെ പട്ടി വീണ്ടും ചെറുതായിട്ടൊന്ന് ഉറങ്ങിയായിരുന്നു. വീണ്ടും എണീറ്റു. ഹി സ്റ്റാർട്ടഡ് ക്രൈയിങ് ആൻഡ് ഗ്രോണിങ് ആൻഡ് മോർണിംഗ്. അതിൻ്റെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഏതൊരു കഠിന ഹൃദയം അലിയിക്കും അതുപോലെയുള്ള ഒരു കരച്ചിലായിരുന്നു. ആൻഡ് ഫ്രോഗ്സ് വർ അഗെയിൻ സ്റ്റെയറിങ്. ഇവൻ എന്തിനാണ് ഈ കിടന്ന് കരയുന്നത് എന്നുള്ള രീതിയിൽ തവളകൾ ഇവനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അവനാണെങ്കിൽ ഇവന്മാരെന്തിനാണ് എന്നെ നോക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവന്മാർ ചെറുതായിട്ട് ഇങ്ങനെ ചിറഞ്ഞൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്തടുത്തുള്ള വീടുകൾ എല്ലാം ഇങ്ങനെ റൂഫൊക്കെ മുങ്ങിക്കിടക്കുകയാണ്. ആ വീടുകളിലൊക്കെ പട്ടി ഇങ്ങനെ നോക്കി അവിടെ എങ്ങാനും ആരെങ്കിലും ഉണ്ടോ എന്നെ രക്ഷിക്കാൻ. ബട്ട് എവ്രിവെയർ വാസ് ഡെസലേറ്റ്. അവിടെ എങ്ങും ആരുമില്ല. എല്ലാവരും സേഫ്റ്റിയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അവിടെ പിന്നെ പട്ടി മുഖം ചൊറിയുന്നു, അവിടെ ചൊറിയുന്നു, ഇവിടെ ചൊറിയുന്നു. ഒരു സമാധാനത്തിന് വേണ്ടി അതെന്തൊക്കെയോ ചെയ്യുന്നു. കുറച്ച് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് സൂര്യപ്രകാശം വന്നു. അപ്പോൾ ആ സൺലൈറ്റിൽ കിടന്ന് കുറച്ച് നേരം നമ്മുടെ പട്ടി ഉറങ്ങി. പക്ഷെ
സൂര്യൻ ഇങ്ങനെ സൂര്യൻ്റെ ദിക്ക് മാറിയപ്പോഴത്തേക്ക് ആ പ്ലോട്ടിലുള്ള വാഴയുടെ ഇലയുടെ നിഴൽ ഈ റൂഫിൽ വീണപ്പോഴത്തേക്ക് ഇത് പിന്നെയും ചാടി എണീറ്റ് എന്താ അവിടെ എന്നുള്ള രീതിയിൽ കുറച്ച്. അപ്പം അതിൻ്റെ ഡ്യൂട്ടി അതിപ്പോഴും ചെയ്യുന്നുണ്ട്. ആ വീട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഡ്യൂട്ടിയാണ്. ആ വീടിനൊന്നും വരരുത്, ആരും ഇവിടെ ഇൻട്രൂഡേഴ്സ് വരരുത് എന്നുള്ള കാര്യത്തിൽ ഹീസ് വെരി പെർട്ടിക്കുലർ. അത് അവൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഓൾദോ ഹി ഹാസൻ ഈറ്റൻ ഫോർ 4 days now. Let's see. The wind created ripples in the water. Carcasses of dead animals were seen floating around in the waves. They were moving in all directions. They seemed afraid of nothing. The dog looked at all that in great desire. He growled. A small boat was moving swiftly at some distance away from the house. The dog saw it and got up, wagging his tail. He watched it move till it disappeared into the grove of palms. It started drizzling. The dog sat up on his hind limbs, pinning himself on his forelimbs, and gazed around, helplessness writ large in his eyes. The drizzle stopped. A small boat came from the house in the north and stopped near the palm tree. On seeing it, the dog wagged his tail and sighed and growled. The boatman picked a tender coconut from the palm and broke it and drank up the juice. He then rode off. A crow perching on a tree at a great distance swooped down on the rotting carcass of a huge bull. Even as the dog was barking at it lustily, the crow put its beak deep into the rotting flesh and started eating at it with an air of unconcern. After some time, having had its fill, the crow flew off. A green bird twittered from a leaf of the banana tree near the house. The dog became restless and barked. The bird too flew away. A colony of ants afloat on water was washed on the rooftop. The ants were saved. The dog kissed them and thinking perhaps that they were eatable. At this he sneezed again and again, his face turning red and puffed up. ഇനി പിറ്റേ ദിവസം ഉച്ച വരെ നടക്കുന്ന സംഭവങ്ങളാണ് ഇപ്പം നമ്മൾ വായിച്ചത്. നല്ല കാറ്റടിക്കുന്നുണ്ട്, വെള്ളത്തിലൊക്കെ നല്ല ഓളങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ചത്തുപോയ മൃഗങ്ങളുടെ ശവങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നത്, ഡെഡ് കാർക്കസസ് ഒഴുകി വരുന്നുണ്ട്. അതിങ്ങനെ പല ഡയറക്ഷനിലായിട്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. പട്ടി അതൊക്കെ ഇങ്ങനെ നോക്കുന്നു വിത്ത് ഗ്രേറ്റ് ഡിസയർ. കാരണം ഇതൊക്കെ പട്ടിക്ക് വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ ഒന്നും ഇങ്ങനെ വെള്ളത്തിനടുത്തേക്ക് വരുന്നില്ല. സോ ഹീസ് ഗ്രൗളിങ് അറ്റ് ഇറ്റ്. അതൊക്കെ കണ്ടിങ്ങനെ കൊതിയോടെ ഇങ്ങനെ മൊരണ്ട് നിൽക്കുകയാണ് നമ്മുടെ പട്ടി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയ തോണി കുറച്ച് ഡിസ്റ്റൻസിലായിട്ട് ഇങ്ങനെ വരുന്നു. പട്ടി അത് കണ്ട് എണീറ്റ് നിന്ന് വാലൊക്കെ ആട്ടാൻ തുടങ്ങി, ഇങ്ങോട്ടെങ്ങാനും വരുമോയെന്ന്. പക്ഷെ അത് ദൂരെ ഒരു പന അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഒരു തോപ്പിലേക്ക് അതിങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞ് മഴ, ചെറുതായിട്ട് ചാറ്റൽ മഴ വന്നു. ഡ്രിസിൽ മീൻസ് ചാറ്റൽ മഴ വന്നു. ചാറ്റൽ മഴ വന്നപ്പോഴത്തേക്ക് പട്ടി വീണ്ടും വളരെ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് മഴയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, മഴ നിന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ ബോട്ട് വീണ്ടും ഇവരുടെ പ്ലോട്ടിനടുത്തേക്ക് വന്നു. പക്ഷെ അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു. ആ തെങ്ങിൻ്റെ അടുത്തേക്കാണിത് വന്ന്. ആ ബോട്ട് കണ്ടപ്പോഴത്തേക്ക് വീണ്ടും പട്ടി എണീറ്റ് വാലൊക്കെ ആട്ടാൻ തുടങ്ങി. പക്ഷെ ആ ബോട്ടിൽ നിന്ന് വന്ന അയാൾ ആ ബോട്ടിൽ എണീറ്റ് നിന്ന്, കാരണം നല്ല ഉയരത്തിലായ വെള്ളം, അപ്പോൾ അയാൾക്ക് എണീറ്റ് നിന്നുകൊണ്ട് തന്നെ തേങ്ങയൊക്കെ പറിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അയാൾ ഒരു കരിക്കൊക്കെ അടർത്തി അതൊക്കെ കുടിച്ചിട്ട് അയാൾ ഈ പട്ടിയെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയി. അപ്പോൾ അത് വേറൊരു വിസിറ്റർ. പിന്നെ വേറൊരു വിസിറ്ററിനെ നമ്മൾ പട്ടിക്ക് കിട്ടിയത് ഒരു കാക്ക. ഒരു മരത്തിൽ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒരു കാളയുടെ ഒരു ശവം ഇങ്ങനെ ഒഴുകി വരുന്നു. പെട്ടെന്ന് അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഈ കാക്ക ഈ ഫ്ലഷൊക്കെ കുത്തി വലിക്കാൻ തുടങ്ങി. കുറേ നേരം പട്ടി ഇത് നോക്കിയെന്ന്, കാക്ക എനിക്കും തരുമായിരിക്കും എന്ന് വെച്ചു. പക്ഷെ കാക്ക മൈൻഡ് ചെയ്തില്ല. കാക്ക അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് എണീറ്റ് പോയി. ബിക്കോസ് ഹി വാസ് നോട്ട് കൺസേൺഡ് അബൌട്ട് എനിബഡി അതർ ദാൻ ഹിംസെൽഫ്. പട്ടിയുടെ വിശന്നിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് കാക്ക, പക്ഷെ കാക്ക മൈൻഡൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് വേറൊരു വിസിറ്ററിനെ കിട്ടി, ഒരു പച്ചക്കിളി, ഒരു ഗ്രീൻ ബേർഡ്. അതിങ്ങനെ നമ്മുടെ വാഴയുടെ ഇലയിലിങ്ങനെ നിൽക്കുകയാണ്. അതിങ്ങനെ ഈ പ്ലോട്ടിലെ വാഴയിൽ ഇത് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് പട്ടിക്ക് തീരെ പിടിച്ചില്ല. ആരടാ എൻ്റെ ലാൻഡിലെ വാഴയിൽ കയറി നിൽക്കാൻ, അവനാരടാ എന്നുള്ള രീതിയിൽ അതിനെ നോക്കി കുറച്ച് നേരം കുരച്ചു. അത് കഴിഞ്ഞ് ആ കിളിക്ക് ദേഷ്യം വന്നാൽ അതും അവിടെ നിന്ന് പറന്നുപോയി. പിന്നെ അടുത്ത സെറ്റ് ഓഫ് വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇലയിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് ആൻസ്, എ കോളനി ഓഫ് ആൻസ്, ഉറുമ്പുകളുടെ ഒരു കൂട്ടം ഒരു ഇലയിലെങ്ങാണ്ട് ഒഴുകി റൂഫിലേക്ക്, ഇവൻ നിൽക്കുന്ന റൂഫിലേക്ക് ഇങ്ങനെ വന്നു. അപ്പം ആൻസിനൊന്നും ആ ഉറുമ്പുകൾക്ക് ജീവനുണ്ടായിരുന്നു. അപ്പോൾ പട്ടി കമ്പനി കിട്ടി എന്ന് പറഞ്ഞ് ഓടിപ്പോയി ചുണ്ടെടുത്ത് വായെടുത്ത് അതിൻ്റെ അടുത്ത് വെച്ച് നല്ല ഉറുമ്പും കടിയും കിട്ടി.
അപ്പം മൂക്കിലൊക്കെ കയറി ഉറുമ്പ് കടിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഭയങ്കരമായിട്ട് തുമ്മാൻ തുടങ്ങി. മുഖമൊക്കെ ആകെ റെഡായി നമ്മുടെ പട്ടിയുടെ. അപ്പോൾ ഇതുവരെയുള്ള സംഭവങ്ങളാണ്. ഉച്ച വരെയുള്ള സംഭവങ്ങൾ നമ്മൾ വായിച്ചു. ഇനി ഉച്ച കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു നോക്കാം. In the afternoon, two men came that way in a small boat. The dog was grateful and barked and wagged his tail. He spoke to them in a language close to human speech. He stepped into the water, all set to jump onto the boat. "See, here is a dog," said one of the men. The dog moaned in gratitude as though he could see the man's sympathy. "Let it be there," said the other. The dog opened his mouth as if he was chewing something and made some inarticulate sounds. He prayed hard and tried to jump into the boat. The boat moved off. The dog groaned once again. One of the boatmen turned back. "God!" That cry came not from the boatman, it was from the dog. "God!" That weak and anguished cry dissolved into the wind. There was nothing to be heard after that except the interminable sound of waves. No one turned back thereafter. Only the dog stayed, peering at the boat till it disappeared from sight. He climbed on the rooftop once again, growling as if bidding farewell to the world outside. Perhaps he was trying to say that never again would he love the humankind. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയ കുറച്ച് വിസിറ്റേഴ്സിനെ കിട്ടി. 2 മനുഷ്യരൊരു ബോട്ടിൽ ഈ പട്ടിയുടെ ഈ നിൽക്കുന്ന ആ കോമ്പൗണ്ടിലേക്ക് വന്നു. അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേക്ക് പട്ടിക്ക് ഭയങ്കര സന്തോഷമായി. ഹി വാസ് സോ താങ്ക്ഫുൾ, ഹി വാസ് സോ ഗ്രേറ്റ്ഫുൾ. ഹി സ്റ്റാർട്ടഡ് വാഗിങ് ഹിസ് ടെയിൽ അഗൈൻ. ഹി സ്പോക്ക് ടു ദം, ഹി സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് ടു ദം ലൈക്ക് ഹ്യൂമൻ സ്പീച്ച് പോലെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, നോക്കുക അവിടെ ഒരു പട്ടി നിൽക്കുന്നു, അതിനെയും കൂടെ കൊണ്ടുപോയാലോ എന്നുള്ള രീതിയിലാണ് ഇയാൾ ചോദിച്ചത്. അപ്പം മറ്റേ ആളോ പട്ടിയെ കയറ്റാനായിട്ട്, നമുക്കങ്ങ് പോയേക്കാം, ലെറ്റ് ഇറ്റ് ബി ദെയർ എന്ന് പറഞ്ഞ് പട്ടി ഇത് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, ഈ ബോട്ടിലെങ്കിലും കയറി രക്ഷപ്പെടാമെന്ന്. അപ്പം ഇവർ ഈ പട്ടിയെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് മോങ്ങാൻ തുടങ്ങി. അപ്പോൾ ഒരാളിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ദൈവമേ എന്നൊരു വിളി കേട്ടതുപോലെ. പക്ഷെ അത് ഇവർ 2 പേരും അല്ല, ആ പട്ടി വിളിച്ചതായിരുന്നു. അത് ഭയങ്കര വീക്കായിട്ട് അതിൻ്റെ വിഷമം കൊണ്ടത് കരഞ്ഞു പോയതാണ്. കാരണം 2 ദിവസമായിട്ടത് ലോൺലിയാണ്, വിശപ്പുണ്ട്, സാഡാണ്, ആരുമില്ല അതിൻ്റെ കൂടെ. അത് ഭയങ്കരമായിട്ട് അത് നിലവിളിച്ചു. ആ നിലവിളിയും കാറ്റിലിങ്ങനെ അലിഞ്ഞ് ആരും കേൾക്കാതെ ഇല്ലാതായിപ്പോയി. അപ്പം പട്ടി കുറച്ച് നേരം ആ ബോട്ട് നോക്കി, അത് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ആ ബോട്ട് നോക്കി നിന്നു. അത് കഴിഞ്ഞ് വീണ്ടും റൂഫ് ടോപ്പിൽ ഇങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കിടന്നിട്ട് റൂഫിലൊക്കെ കയറി വന്നു. അത് ചിലപ്പോൾ മനസ്സിലത് തീരുമാനം എടുത്തേക്കാം, ഇനി ഹ്യൂമൻസിനെ അതിനെ സ്നേഹിക്കത്തില്ല, കാരണം ആരും ഇതുവരെ തന്നെ രക്ഷിച്ചിട്ടില്ല. He lapped up the flood water and then he looked at the birds flying above. He saw a water snake frolicking in the waves move towards him. The dog swiftly jumped onto the rooftop. The snake sneaked in through the crack in the roof left open by the Chenna and family. The dog peeped inside through the crack and started barking gravely. Then he growled, a growl filled with fright for life and hunger. It communicated itself to the speaker of any language, even maybe to a resident of Mars, a universal language. ഇനി അടുത്തായിട്ട് സംഭവിച്ചെന്നാണ്, പട്ടി വിശന്നിട്ടായിരിക്കും ഈ വെള്ളപ്പൊക്കത്തിലെ വെള്ളമെല്ലാം കുറച്ച് കുടിച്ചു. കുറച്ച് നേരം കിളികളൊക്കെ പറന്നു പോകുന്നത് നോക്കി നിന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു നീർക്കോലി, വാട്ടർ സ്നേക്ക്, അതിങ്ങനെ വന്നു. അത് പെട്ടെന്ന് ഈ റൂഫിൽ നേരത്തെ ചേന്നപ്പറയാനുണ്ടാക്കിയ ഒരു ക്രാക്കിലൂടെ വീടിനകത്തേക്ക് നീന്തി പോയി. കുറച്ച് നേരം പട്ടി ഇത് നോക്കി. പട്ടിക്ക് ഭയങ്കര പേടിയായി. ഹി വാസ് അഫ്രൈഡ് ദാറ്റ് ദ സ്നേക്ക് വിൽ ബൈറ്റ് ഹിം. ഓൾസോ ഹി വാസ് വെരി ഹംഗ്രി. അപ്പം ഈ ഹങ്കറും പേടിയും കാരണം ഇത് ഭയങ്കരമായിട്ട് വീണ്ടും കുരയ്ക്കാനൊക്കെ തുടങ്ങി. ഒരു യൂണിവേഴ്സ് ആർക്കും മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ ഒരു സംസാരം, ഇതിൻ്റെ കരച്ചിൽ. മാർസിൽ താമസിക്കുന്ന, ചൊവ്വയിൽ താമസിക്കുന്ന ഒരാൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിൻ്റെ കരച്ചിൽ. അത്ര ഒരു യാതനയോടെയാണ് അതിങ്ങനെ കരയുന്നത്. ഇനി അന്ന് രാത്രി, the night was terrible with heavy rain and storm. The roof started tottering in the waves. The dog almost fell off from the rooftop twice. Then there emerged a long head from under the water. It was that of a crocodile. On seeing it, the dog started barking in a great fear. There was also the sound of fowls wailing together from somewhere nearby. Where is that dog barking from? Haven't the people here moved out? It was from a boat carrying loads of hay, coconuts and bananas that stopped near the banana tree. Boy, the dog is likely to leap down. And then the dog leapt down from the rooftop and the man who had scrambled up went straight down into the water. The other guy helped him into the boat. By then the dog had swum back to the roof. He shook himself dry and continued barking with renewed fury. The thieves took away all the bananas in the plot.
"You'll get it," they said to the dog, who was barking his head off. Then they loaded the boat with some more hay. At the end, one of them climbed onto the rooftop. The dog, not to miss his chance, bit him hard on the leg. He got a mouthful of flesh. The man shrieked in pain and threw himself back into the boat, even as his friend gave the dog a blow on his belly with a wooden pawl. The dog's wail tapered off into a faint whimper. The man bitten by the dog was crying in the boat, even as his friend was seen rebuking and consoling him before the two left the place. It was quite some time before the dog barked again, his face directed at the way in which the two had left. പിന്നെ വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു കാര്യം നടന്നു. ആ രാത്രി വളരെ ടെറിബിളായിരുന്നു, ബിക്കോസ് ദർ വാസ് എ ഹെവി റെയിൻ ആൻഡ് സ്റ്റോം. ഇത് രണ്ടാമത്തെ രാത്രിയാണ് അല്ലേ എന്ന് തോന്നുന്നു. അപ്പം ആ രാത്രി വളരെ ടെറിബിളായിരുന്നു. പട്ടി ഉറങ്ങാനൊക്കെ ശ്രമിച്ചു, പക്ഷെ മഴ പെയ്തുകൊണ്ടേ ഇരുന്നുകൊണ്ട് ഇത് റൂഫൊക്കെ കുറച്ച് സ്ലിപ്പറി ആയി. ഇത് റൂഫിൽ നിന്ന് 2-3 തവണ താഴെയൊക്കെ തെന്നി വീണു. രാത്രിയായപ്പോഴത്തേക്ക് ഒരു വിസിറ്ററും കൂടെ വന്നു, ഒരു മുതല, ക്രോക്കഡൈൽ. Seeing it, it started barking again. Dog started barking because he was afraid. ഈ മുതലെങ്ങാനും എന്നെ പിടിച്ചു തിന്നാലോ എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ കുരയ്ക്കാൻ തുടങ്ങി. പിന്നെ ആ പരിസരങ്ങളിലൊക്കെ ആയിട്ട് കോഴിയുടെയും അങ്ങനെ ചില ബേർഡ്സിൻ്റെയൊക്കെ ഒച്ച കേട്ടു. അപ്പോൾ 2 പേര് ഒരു ബോട്ടിൽ വരികയാണ്. അതിലൊരാൾ ചോദിച്ചു, ആ പട്ടി എവിടെ നിന്നാണ് കുരയ്ക്കുന്നത്? ആ വീട്ടിലെ ആളുകൾ പോയായിരുന്നല്ലോ. അപ്പോൾ ഈ ബോട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കള്ളന്മാരുടെ ബോട്ടാണ്. ഇവർ ആൾ താമസമില്ലാത്ത ആളുകളൊക്കെ ഉപേക്ഷിച്ച് പോയ വീടുകളിൽ ബാക്കി വന്ന പഴക്കൊല, തേങ്ങ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മോഷ്ടിക്കാൻ വേണ്ടി വരുന്നവരാണ്. അപ്പോൾ ഇവരുടെ ബോട്ട് ഈ വീടിന് വളരെ അടുത്തെത്തി. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഈ ഒരുപാട് അടുപ്പിക്കേണ്ട, ആ പട്ടി എങ്ങാനും നമ്മുടെ ബോട്ടിൽ ചാടി കയറാൻ സാധ്യതയുണ്ട്. പട്ടി ഇവരെ കണ്ടപ്പോഴത്തേക്ക് പട്ടിക്ക് മനസ്സിലായി ഇത് തീവ്സ് ആണെന്നുള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ വീടും ഇതിലെ സാധനങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഡോഗ് ലീപ്ഡ് ഫ്രം ദ റൂഫ് ടോപ്പ്. ഇത് പെട്ടെന്ന് വെള്ളത്തിലേക്കൊക്കെ ഇങ്ങനെ ചാടി വീഴാനൊക്കെ ശ്രമിച്ചു. അപ്പോൾ ഇതിൻ്റെ ചാട്ടം കണ്ടപ്പോഴത്തേക്ക് ബോട്ടിൽ നിന്ന് ആൾ പേടിച്ച് വെള്ളത്തിൽ വീണു. അപ്പോൾ അയാളുടെ കൂട്ടുകാരൻ അയാളെ പിടിച്ച് ബോട്ടിൽ കയറ്റി. അപ്പോൾ ഇവർക്ക് പട്ടിയെടുത്ത് ഭയങ്കര വിരോധമായി. നമ്മുടെ മോഷണം മുടക്കാൻ വന്ന പട്ടി എന്നുള്ള രീതിയിൽ ആ പ്ലോട്ടിലുണ്ടായിരുന്ന എല്ലാ വാഴക്കൊലയും അവന്മാർ വെട്ടി. എന്നിട്ട് പട്ടിക്ക് പറഞ്ഞു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പട്ടിയെ അടിക്കാൻ വേണ്ടി ഒരാൾ റൂഫിലോട്ട് കാലെടുത്ത് കുത്തി. ആ സമയം നോക്കി പട്ടി അയാളുടെ കാലിൽ കയറി കടിച്ചു. ഹി ഗോട്ട് എ മൗത്ത് ഫുൾ ഓഫ് ഫ്ലെഷ് ഇൻ ഹിസ് മൗത്ത്. അപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ച്, അയ്യോ പട്ടി അടിച്ചേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴത്തേക്ക് മറ്റവൻ കയ്യിലുണ്ടായിരുന്ന ഒരു വടിയെടുത്ത് പട്ടിയുടെ വയറ്റിനിട്ട് അടിച്ചു. ദ ഡോഗ് ഓൾസോ സ്റ്റാർട്ടഡ് ഹൗളിങ്, ബാർക്കിംഗ്. അപ്പം അങ്ങനെ ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവർ അവിടെയുള്ള എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി ആ ബോട്ടുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ കുറച്ച് നേരം പട്ടി ആ തളർന്നങ്ങ് കിടന്നുപോയി. അടിയൊക്കെ കിട്ടി, വിശന്നു, അതിൻ്റെ കൂട്ടത്തിൽ അടിയും കിട്ടി. അങ്ങനെ ആ കള്ളന്മാർ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി. അപ്പം അന്ന് രാത്രി പാതിരാത്രി ആവാറായി. എന്ത് സംഭവിക്കുന്നു നോക്കാം. It was close on midnight. The dead body of a huge cow was washed atop the house. The dog was watching it from the roof. He didn't go down immediately. The dog was being moved gently by the cow was being moved gently by the flood water. The dog growled. He tore open the roof thatch and slowly went down. He bit at the moving body to bring it closer to himself. Yes, here is God's plenty. He started eating at it with great relish. It was an unexpected blow. No sight of the dog, and the cow floated off after a leap and dive. There was no sound after that except that of the storm that was howling away and the croaking of the frogs and the clamor of the waves. Otherwise, it was quite silent. The soft-hearted guard did not hear the groan of the dog after that. Rotten corpses floated across the water here and there. Some were being eaten quietly by crows. There was no sound to breach the quiet. No let up in the work of the thieves either. All bare and empty. അന്ന് പാതിരാത്രി ആയപ്പോഴത്തേക്ക് നമ്മുടെ പട്ടിക്കൊരു ബിഗ് സർപ്രൈസ് കിട്ടി. ഒരു പശുവിൻ്റെ ചത്തുപോയ ഒരു പശുവിൻ്റെ ഒരു ബോഡി ഈ വീട്ടിലേക്ക് ഇങ്ങനെ വാഷ് ചെയ്ത് വന്നു. അപ്പോൾ പട്ടി കുറച്ച് നേരം അതിങ്ങനെ നോക്കി നിന്നു, തിന്നണോ വേണ്ടോ എന്നൊക്കെ നോക്കി നിന്നിട്ട് ഫൈനലി അവൻ അത് കൊത്തി വലിക്കാൻ തുടങ്ങി. കാരണം കുറേ ദിവസമായി വിശന്ന് ഇരിക്കുകയാണ്. അപ്പോൾ അത് കടിച്ച് കഴിക്കാൻ തുടങ്ങി. അവന് ഫൈനലി ഹിയർ ഇസ് ഗോഡ്സ് പ്ലെൻറ്റി, ദൈവം തന്നെയാണ് എനിക്കിത് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ പട്ടി വളരെ ആശ്വാസത്തോടു കൂടി ആ പശുവിൻ്റെ കാർക്കസ് കഴിച്ചു തുടങ്ങി.
പെട്ടെന്ന് ഒരു വല്ലാത്തൊരു ഓളം വന്നു. ഈ പശുവിൻ്റെ ബോഡി അങ്ങ് ഒഴുകിപ്പോയി. അത് കുറച്ച് മുങ്ങി അതങ്ങ് ഒഴുകിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഒരു ശബ്ദവും, ഇതിൻ്റെ പട്ടിയുടെ ശബ്ദവും തവളയുടെ കരച്ചിലും ഒന്നും ആരും കേട്ടില്ല. എവ്രിതിങ് വാസ് സൈലൻറ്റ് ആഫ്റ്റർ ദിസ്. ദൂരെ ഉള്ള ചില വീടുകൾ ഗാർഡ് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും, ഇത്രയും നേരം 2 ദിവസമായിട്ട് ആ പട്ടിയുടെ കരച്ചിൽ കേട്ടായിരുന്നു, ഇപ്പം കേൾക്കുന്നില്ലല്ലോ. അയാളിങ്ങനെ ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് എങ്ങും ഇങ്ങനെ ചത്തുപോയ ജീവികളുടെ ശവം ഇങ്ങനെ ഒഴുകി ഒഴുകി നടക്കുവാണ്. ചില ശവങ്ങളെല്ലാം കാക്കകൾ കൊത്തി വലിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ ഒരു ശബ്ദവും ഇല്ല. എല്ലാം പീസ് ആൻഡ് ക്വയറ്റ് ആണ്. എവ്രിതിങ് ഇസ് ബെയർ ആൻഡ് എംപ്റ്റി. അപ്പം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു കാണും? പട്ടിയുടെ കൊര കംപ്ലീറ്റ് ആയിട്ട് നിന്നു എന്ന് പറയുമ്പോഴത്തേക്ക് യു ക്യാൻ ഇമാജിൻ വാട്ട് ഹാസ് ഹാപ്പൻഡ്, റൈറ്റ്? And after some time, the hut went tumbled and plunged beneath the waters. Nothing could now be seen above the vast stretch of water. The loyal dog had guarded his master's house till the very end. Now he too was gone. The house stayed above water until the dog's capture by a crocodile. It was as if the house didn't go down before because of him. Now that he too had gone, the house sank underwater. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പട്ടി ഈ പശുവിൻ്റെ ശവത്തിൽ കയറിയിരുന്നത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെന്ന് തോന്നുന്നത് അത് മുങ്ങിപ്പോയത്. അപ്പോൾ പട്ടി അതിൻ്റെ കൂടെ മുങ്ങിപ്പോയി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ഹട്ട് ഇവരുടെ കുടിൽ കംപ്ലീറ്റ് ആയിട്ടും നിലം പതിച്ചു. ഇറ്റ് ടംബിൾഡ്, ചെറുതായിട്ടൊന്ന് വിറച്ചു. ഫൈനലി ഇറ്റ് പ്ലഞ്ച്ഡ് അണ്ടർ വാട്ടർ. അത് കഴിഞ്ഞ് ദൂരെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് വെള്ളം മാത്രമേ കാണുന്നുള്ളൂ. വീടുകളുടെ കൂര പോലും കാണുന്നില്ല, എല്ലാം വെള്ളത്തിനടിയിൽ പോയി കഴിഞ്ഞു. അപ്പോൾ ആ പട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് സച്ച് എ ലോയൽ ഡോഗ്. ആ വീടിനോടുള്ള അതിൻ്റെ ആ ഒരു ഫെയ്ത്ത്ഫുൾനെസ് അത് അന്ത്യം വരെ കാണിച്ചു. ആ പട്ടി അങ്ങനെ നിന്നതുകൊണ്ടായിരിക്കും ആ വീടും വീടാതെ അത്രയും നേരം നിന്നത്. പക്ഷെ പട്ടി ചത്ത് അത് മുങ്ങിയപ്പോഴത്തേക്ക് ആ വീടും നിലം പതിച്ചു. അങ്ങനെ തന്നെയാണ് തകഴി നമ്മളോട് പറയുന്നത്. അപ്പം ഈവൻ ദോ ഹി വാസ് കംപ്ലീറ്റ്ലി ലോൺലി, ജസ്റ്റ് ഇമാജിൻ ദാറ്റ് സിറ്റുവേഷൻ. അവൻ്റെ ഹി ഡസൻ നോ എ ലൈഫ് ബിക്കോസ് ഹീ ഈസ് എ ഡൊമസ്റ്റിക് ഡോഗ്. സ്വന്തമായിട്ട് ഇര പിടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്തൊരു പട്ടിയാണ്. കാരണം എല്ലാ സമയം യജമാനൻ കൊടുക്കുന്ന ഭക്ഷണം മാത്രം കഴിച്ചേ അവന് ശീലമുള്ളൂ. ഓൾ ഓഫ് എ സഡൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ ഫ്ലഡ് he is totally alienated. His family has totally forgotten about him and they have abandoned him and gone off to safety. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ അവൻ്റെ ആ ഒരു ലോൺലിനെസ് ഒക്കെയാണ് നമ്മുടെ ഈ ഒരു കഥയുടെ തീം എന്ന് പറയുന്നത്. And even when he was lonely and betrayed by his and forgotten by his own family, he did not stop being loyal to his family. So that loyalty has to be commended in this story. Now let's see. Now the flood water started receding. Chenna came back swimming to his hut in search of his dog. There, under a coconut tree, he found a dead dog's body, gently moved by ripples. Chenna examined it, turning it from side to side with his toe. Was it his dog? One of his ears was missing, and the body was all rotten and discolored. ഫ്ലഡ് ചെറുതായിട്ടൊന്ന് റിസീഡ് ചെയ്ത് തുടങ്ങി. വെള്ളം ഉണ്ട് ഇപ്പോഴും, പക്ഷേ വലിയ കുഴപ്പമില്ല. അപ്പം ഈ ഒരു അവസ്ഥയിൽ ചേന്ന പറയാൻ അയാൾ എവിടെയായിരുന്നു അവിടെ നിന്ന് അയാൾ നീന്തി വന്നു പട്ടിയെ അന്വേഷിച്ച്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഹി ഡസൻ ലവ് ഹിസ് ഡോഗ്. ആ ഒരു മേഹമിൽ, ആ ഒരു തിടുക്കത്തിൽ പെട്ടെന്ന് പട്ടിയെ അങ്ങ് വിട്ടുപോയതായിരിക്കാം. സോ ഹി കെയിം ബാക്ക് ടു ഹിസ് ഹട്ട് ഇൻ സെർച്ച് ഓഫ് ഹിസ് ഡോഗ്. അവിടെ ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ ഒരു ചത്ത പട്ടിയുടെ ഒരു ശവം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ആടി ഇങ്ങനെ കിടക്കുന്നു. അയാൾ ചെറുതായിട്ട് ആ ശവമൊക്കെ ഒന്ന് മറിച്ച് നോക്കി, എൻ്റെ പട്ടി തന്നെയാണോ നോക്കി. അത് തിരിച്ചറിയാൻ പോലും പറ്റില്ല, കാരണം ഹീസ് ടോട്ടലി ഡിസ്കളർഡ്. കളർ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല, കാരണം ചീഞ്ഞ് തുടങ്ങി ബോഡിയൊക്കെ. ഒരു ചെവിയും മിസ്സിങ് ആണ്. അപ്പോൾ അതൊരു വളരെ എന്തൊരു പെയ്ത്തോസിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. ഇറ്റ് എൻഡ്സ് ഇൻ ഗ്രീഫ്, സോ ടു സേ. It's the story of this dog who's fighting with the flood in hope that somebody will come and rescue him. And he kept up that hope till the end. വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആ റൂഫിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് അവൻ മുങ്ങി മരിക്കാനിടയായി. But even then he did not forget his duties at all. So it's a heart-wrenching story of loneliness, hunger, the plight of working class, and
the general atmosphere of a flood that happened in our very own Kerala. So I hope that you enjoyed this lesson, and I want you to go back and read the story and answer a few questions I have set for you. And I hope that online classes are benefiting you, will benefit you in this semester. Hope to see you all again after this pandemic. Thank you.